മലപ്പുറത്ത് താമസമാക്കിയ ഉത്തർപ്രദേശ് സ്വദേശിയെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റ് ചെയ്തു. മുജാഹിദീൻ ആർമി എന്ന പേരിൽ ഭീകര സംഘടന രൂപീകരിച്ച മുഹമ്മദ് റസായെയാണ് അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശ് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് കേരളത്തിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഫത്തേപൂർ സ്വദേശിയായ മുഹമ്മദ് റസ രാജ്യത്ത് ശരീഅത്ത് നിയമം നടപ്പാക്കാൻ വൻ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു. ഹിന്ദു സംഘടനാ നേതാക്കളെ കൊലപ്പെടുത്താൻ മുജാഹിദീൻ ആർമി ലക്ഷ്യം വെച്ചിരുന്നു. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഉത്തർപ്രദേശിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് മലപ്പുറത്തെത്തി അതിസാഹസികമായാണ് ഈ മുഹമ്മദ് റസായെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ വലിയ ഭീകരനാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ ഏറെ നാളുകളായി മലപ്പുറത്ത് താമസിക്കുകയായിരുന്നു. മലപ്പുറത്ത് ചില ജോലികളും മറ്റും ചെയ്തുകൊണ്ട് തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആളെ സംഘടിപ്പിക്കുകയായിരുന്നു ഈ മുഹമ്മദ് റസാ എന്നുള്ള ഈ ഒരു ജിഹാദി എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മുജാഹിദീൻ ആർമി എന്നുള്ളൊരു സംഘടന ഇയാൾ രൂപീകരിച്ചിരുന്നു. ഈ സംഘടനയെ ലക്ഷ്യം വെച്ചിരുന്നത് രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത് ശരീഅത്ത് നിയമം നടപ്പാക്കുകയായിരുന്നു ഈ സംഘടന ലക്ഷ്യം വെച്ചിരുന്നത്. അതിനായി പോലീസിനെ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് സർക്കാർ സംവിധാനത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും ആക്രമിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. മാത്രമല്ല കേരളത്തിലെ അടക്കം ഹിന്ദു സംഘടനാ നേതാക്കളെയും ഇവർ വധിക്കാൻ ലക്ഷ്യം വെച്ചിരുന്നു. കേരളത്തിലെയും ഉത്തർപ്രദേശിലെയും രാജ്യത്തെ വിവിധ സംഘടനകൾ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് വധിക്കാൻ ഇവർ ആസൂത്രണം നടത്തിയെന്നുള്ള കണ്ടെത്തലാണ് പ്രധാനമായും ഉത്തർപ്രദേശ് പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ വളരെ സാഹസികമായാണ് മലപ്പുറത്തെത്തി ഈ ഉത്തർപ്രദേശ് യോഗി സർക്കാരിന്റെ പോലീസ് കീഴടക്കി ഇന്നിപ്പോൾ ഉത്തർപ്രദേശിൽ എത്തിച്ചിരിക്കുന്നത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചിലരുടെ അറസ്റ്റും കൂടി, അതായത് ഈ സംഘത്തിലെ തന്നെ മറ്റ് ചിലരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 5 മറ്റ് ജിഹാദി തീവ്രവാദികളുടെ അറസ്റ്റാണ് ഉത്തർപ്രദേശ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തെങ്കിൽ രാജ്യത്ത് മറ്റ് ഇവരുടെ നെറ്റ്വർക്ക് എവിടെ വരെ എത്തിയിട്ടുണ്ട്, ആരെയൊക്കെ ഇവർ ലക്ഷ്യം വെച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയുവാൻ വേണ്ടിയുള്ള വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഏതായാലും കേരളത്തിൽ ഇത്തരം ഭീകരവാദ സംഘടനകൾ വേരുറപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ മകുടോദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേരളത്തിൽ നിന്നും ഈ മലപ്പുറത്തു നിന്നും ഈ ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.